നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, പ്രഗത്ഭ പണ്ഡിതരും വാഗ്മിയും എഴുത്തുകാരനുമായ ഉസ്താദ് ഹാഷിം ഹംസ വഹബി കാസർഗോഡ് അവറുകളാണ്. വളരെ ആദരവോടുകൂടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സയ്യിദ് അവർകൾ, മറ്റു പണ്ഡിത മഹത്തുക്കൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് പരലോകത്ത് ഉപകാരപ്രദമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വാഗത പ്രസംഗത്തിലൂടെ നിങ്ങൾ കേട്ടതുപോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ രൂപീകരണ വാർഷികത്തോടനുബന്ധിച്ച് ദക്ഷിണ കന്നഡ ജില്ലാ സുന്നി യുവജന ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഒരു കൺവെൻഷനിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, ഇത്രയും അധികം ആളുകളെ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചു എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നമുക്ക് വിശുദ്ധ ഇസ്ലാം ദീൻ തന്നതിനു ശേഷം നമ്മളൊക്കെ മുസ്ലിങ്ങളായി എന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചതിനു ശേഷം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് മഹാനായ താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖ്ഖിഖീൻ ശൈഖുനാ അവരുടെ സംഘത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു തന്നു എന്നത്. ഇത് വലിയ ഒരു സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകി എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നിഅമത്തായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ നിഅമത്തിന്റെ വലുപ്പം, അതിന്റെ സ്ഥാനം, അതിന്റെ യഥാർത്ഥ അളവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മളുടെ കണ്ണുകൾ നിറയും. നമ്മൾ ഇവിടെ ആലോചിക്കേണ്ടത്, ഒഴുക്കിനൊത്ത് നീന്താൻ ലോകം സഞ്ചരിക്കുന്ന ആ സഞ്ചാരത്തിന്റെ ഒക്കെ നീന്തിക്കൊടുക്കാൻ, നിന്നുകൊടുക്കാൻ ആർക്കും കഴിയും. ഇന്ന് ലോകത്ത് 140 കോടി അല്ലെങ്കിൽ 150 കോടിയിൽ അധികം മുസ്ലിങ്ങൾ ജീവിക്കുന്ന വിശ്വാസികൾ, 700 കോടിയിൽ അധികം മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഈ 700 കോടിയിൽ അധികം വരുന്ന മനുഷ്യരിൽ 140-150 കോടി വിശ്വാസികൾ എന്ന് പറയുമ്പോൾ എത്ര തുച്ഛമാണ്. ഒരു 1% പോലും അള്ളാഹുവിന്റെ ആളുകളായ വിശ്വാസികളില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു പോയിട്ട്, ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ട് ഇന്ന് ലോകത്ത് 700 കോടിയിൽ അധികം മനുഷ്യർ ജീവിക്കുന്നവരായിട്ടുണ്ടായിട്ട് അള്ളാഹുവിന്റെ ആളുകളായ മുസ്ലിങ്ങൾ, വിശ്വാസികൾ എന്ന് പറയാൻ പറ്റുന്നത്, അതിൽ നിന്ന് ഒരുപാട് ആളുകളെ ഡിലീറ്റ് ആക്കാനുണ്ട്. ഈ 140-150 കോടി വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അതിൽ കാഫിറുകൾ എന്ന് വിധിക്കപ്പെട്ട ഖാദിയാനികളടക്കമുള്ള പലരുമുണ്ട്, ബിദ്അത്തുകാരായ പലരുമുണ്ട്, ഫാസിക്കുകളായ പലരുമുണ്ട്. അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ ശരിയായ മുവഹിദുകളായ, ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായിട്ട് എത്ര പേരുണ്ടാകും? വളരെ തുച്ഛമായിരിക്കും. അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം നിങ്ങളെ തര്യപ്പെടുത്താൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുകയാണ്. കോടാനിക്കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുമ്പോ, വലിയ വലിയ തമ്പുരാക്കന്മാരും രാജാക്കന്മാരും ജീവിച്ചു പോയ ഈ ലോകത്ത്, ഇന്നും വലിയ പ്രമാണികൾ ജീവിക്കുന്ന ഈ ലോകത്ത്
ഒരുപാട് അധികാരമുള്ള ആളുകൾ ജീവിക്കുന്ന ഈ ലോകത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മെ അല്ലാഹു തആല വിശ്വാസികളിൽ ഉൾപ്പെടുത്തി. പലർക്കും അല്ലാഹു തആല നിഷേധിച്ചിട്ടുള്ള ആ വലിയ അനുഗ്രഹം അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും നൽകി. അതിൽ തന്നെ അല്ലാഹു തആല ഏറ്റവും ഖബൂൽ ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ പന്താവിൽ ജീവിക്കുന്നവരായി അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുത്തു. അതിൽ ഏറ്റവും സൂക്ഷ്മതയോടെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച, എല്ലാവരാലും മുഖ്റവിയായ പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ടുള്ള വാഴ്ത്തിയിട്ടുള്ള മഹാനായ ശൈഖുനാ താജുൽ ഉലമാ ഖുദ്വത്തുൽ മുഹഖ്ഖിഖീൻ വണ്ടൂരിലെ ശൈഖുനാ അവരുടെ സംഘത്തോടൊപ്പം ചേർന്നു നിൽക്കാൻ നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യം തന്നു എന്നത് ഒരു ചെറിയ സ്ഥാനമല്ല, ചെറിയ ഒരു അനുഗ്രഹമായി നമ്മൾ കരുതരുത്. അല്ലാഹു തആല എന്നും നമ്മെയും നമ്മളെ മക്കൾ പരമ്പരയും ആ വന്യരായ ശൈഖുനായോടൊപ്പം ആ സംഘത്തിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ കൂടെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. പലപ്പോഴും ശൈഖുനയെ ചിന്തിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട്. കാരണം കേരളത്തിലെ ഒരു പണ്ഡിതന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ഥാനമാണ് വണ്ടൂരിലെ ശൈഖുനാ അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ്. അത് എപ്പോഴാണ് ശൈഖുനാക്ക് ലഭിച്ചത്? എല്ലാ പ്രശ്നകലുഷിതമായിട്ടുള്ള ഈ കാലം, ഫിത്നയിൽ അകപ്പെട്ടിട്ടുള്ള കാലം, പണ്ഡിതന്മാർ പലരും നാശമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു കാലത്തല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായി മഹാനായ ശൈഖുനാ അവറുകളെ അവരോധിക്കപ്പെട്ടത്. മറിച്ച് കേരള ഉലമാക്കളിലെ ഇന്നത്തെ ജീവിക്കുന്നവരും കഴിഞ്ഞ കാലത്ത് ജീവിച്ചവരുമായ സകല പണ്ഡിതന്മാരുടെയും സനദിലെ ആണിക്കലായ ശംസുൽ ഉലമായി വദ്ദീൻ മുഹമ്മദ് അഹ്മദ് ഖുതുബി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, കേരള ഉലമാക്കളിലെ സുൽത്താൻ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ ജീവിച്ചിരുന്ന കാലം, ഖുതുബി തങ്ങൾ ഹയാത്തിലുള്ള കാലം, ഖുതുബി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിൽ അതിന്റെ അലങ്കാരമായി അതിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിരുന്ന കാലം, സകല ആലിമീങ്ങളെയും, കേരളത്തിലെ സകല ആലിമീങ്ങളെയും നിയന്ത്രിച്ചിരുന്ന കാലത്ത്, ആ കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ആയിരുന്നു മഹാനായ താജുൽ ഉലമാ ശൈഖുനാ അവറുകൾ. ശൈഖുനാ അവറുകൾക്ക് അന്ന് സമസ്തയുടെ പ്രസിഡന്റ് എന്ന സ്ഥാനം ചെറുതല്ല, ഏറ്റവും ടോപ്പ് സ്ഥാനം. ഇനി ഒരിക്കലും ഒരാൾക്കും അത്ര വലിയ സ്ഥാനം ലഭിക്കാനില്ല. എപ്പോഴാണ് സമസ്തയുടെ പ്രസിഡന്റ് ആയത്? ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ ജീവിക്കുന്ന കാലം. ആ കാലത്ത് സമസ്തയുടെ പ്രസിഡന്റായ ഒരാൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനമല്ല. ഏത് ശംസുൽ ഉലമാ ഖുതുബി തങ്ങള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറയിൽ അധ്യക്ഷരായിരുന്നിട്ട് സമസ്തയുടെ മുശാവറയിൽ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ശംസുൽ ഉലമാ ഖുതുബി തങ്ങള് പലപ്പോഴും അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് തന്റെ മുന്നിൽ ആ യോഗത്തിലിരിക്കുന്ന ശിഷ്യനായ താജുൽ ഉലമയുടെ മുഖം നോക്കിയിട്ട് മറുപടി പറയൂ എന്ന് പറയുന്ന ശംസുൽ ഉലമ. പല കാര്യങ്ങൾക്കും ശംസുൽ ഉലമ തങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഇനി ബാക്കി മഹാനായ ശൈഖുനാ അവറുകളുടെ പേര് പറഞ്ഞിട്ട് പറയും എന്ന് പറയുന്ന ഖുതുബി തങ്ങൾ. ആ ഖുതുബി തങ്ങൾ അധ്യക്ഷരായിരിക്കുന്ന മുശാവറയിൽ സമസ്തയുടെ ഉപദേഷ്ടാവായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റായിട്ട് ശൈഖുനാ താജുൽ ഉലമയെ അവരോധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ചെറിയ സ്ഥാനമല്ല ശൈഖുനക്ക് കിട്ടിയത്. മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, മഹാനായ ശൈഖുൽ മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ഗുരു, ഒരുപാട് പണ്ഡിത മഹത്തുക്കളുടെ ഗുരു, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാരുടെ കൂടി ഉസ്താദ്. യഥാർത്ഥത്തിൽ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരും ശൈഖുനയും ഒന്നിച്ച് ദാറുൽ ഉലൂമിൽ പഠിച്ചവരാണ് വാഴക്കാട്. എങ്കിലും പരസ്പരം നമുക്കത് അറിയുന്നതാണ്. ശൈഖുനായിൽ നിന്ന് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ കിതാബ് ഓതിയിട്ടുണ്ട്. കണ്ണിയത്തിൽ നിന്ന് ചില കിതാബിന്റെ ചില ഭാഗങ്ങൾ ശൈഖുനാ അവറുകളും ഓതിയിട്ടുണ്ട്. പരസ്പരം ശരീക്കന്മാരാണ്. ആ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ 6-7 വയസ്സിന്
വണ്ടൂര് ശൈഖുനയേക്കാൾ പ്രായം കൂടിയവരാണ്. ആ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റ് അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേവലം മെമ്പറാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന ശൈഖുനാ അവർക്ക് ശേഷം സമസ്തയുടെ പ്രസിഡന്റായി 1993 വരെ സമസ്തയുടെ പ്രസിഡന്റായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ വൈസ് പ്രസിഡന്റോ ആകാതിരുന്ന ഒരു കാലത്താണ് ശൈഖുനാ അവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ആകുന്നത്. ആ പ്രസിഡന്റ് സ്ഥാനമാണ് ശൈഖുനാ അവറുകൾ വലിച്ചെറിയുന്നത് എന്ന് പറയുമ്പോഴാണ് ശൈഖുനാ അവറുകളുടെ ഈമാനിന്റെ ബലവും അള്ളാഹുവിന്റെ ദീനിനോടുള്ള കൂറും സത്യത്തിനോടുള്ള പ്രതിബദ്ധതയും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. എന്തിന് ആ വലിയ സ്ഥാനം ശൈഖുന വലിച്ചെറിയണം? എന്തായിരുന്നു അതിനു മാത്രം വലിയ ഗൗരവമുള്ള പ്രശ്നം? എന്തിനത് വലിച്ചെറിഞ്ഞു? ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ശൈഖുനാ അവറുകൾ അള്ളാഹുവിന്റെ ദീനിനെ ഇന്നത്തെ നമ്മളെ പോലെയുള്ള ഇന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാരെ പോലെയല്ല ശൈഖുനാ അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ ശൈഖുനാ അവറുകൾ ഈ കർണാടകയിലെ സംപ്യ എന്ന പ്രദേശത്ത് വന്നപ്പോ ആ ശൈഖുനാ അവറുകൾ അവിടെ വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സംസാരിക്കുമെന്ന് ഭയപ്പെട്ടപ്പോ ശൈഖുനായുടെ നാക്കിനെ ആ ഭാഗത്തുള്ള ആളുകൾ പേടിച്ചപ്പോൾ, ഈ കർണാടകയിലുള്ള ചില ആളുകൾ പേടിച്ചപ്പോ എന്റെ ഒരു കുടുംബക്കാരനെ കൊണ്ടാണ് ശൈഖുനയെ തടയാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. എന്റെ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളെ അവർ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ശൈഖുന കാറിൽ നിന്നിറങ്ങുന്ന സമയത്ത് ശൈഖുനയോട് പറഞ്ഞു, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ സംബന്ധിച്ചൊന്നും പറയരുത്, ഒന്നും പറയരുത് എന്ന് പറഞ്ഞപ്പോ ശൈഖുന അദ്ദേഹത്തിന്റെ മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞത്, അള്ളാന്റെ ദീന് പറയാനാണ് ഞാൻ വന്നത്, ഞാൻ അള്ളാന്റെ ദീന് പറയും. അള്ളാന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് തിരിച്ചു പോകാനുള്ള ബസിന്റെ ചാർജ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വാച്ച് വിറ്റുകൊണ്ട് ഞാൻ തിരിച്ചു പോകുമെന്ന് ആർജവത്തോട് പറഞ്ഞ ശൈഖുനാ താജുൽ ഉലമാ അവറുകള് ഒരു നിലക്കും ശൈഖുനാ അവറുകൾ മാറുകയില്ല. സമസ്തയെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കളയുമെന്ന് മനസ്സിലാക്കിയപ്പോ വന്യരായ ശൈഖുനാ അവറുകൾക്ക് എന്റെ ജ്യേഷ്ഠനോട് അബൂബക്കർ ഹാജി, അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ സന്തോഷത്തിലാകട്ടെ, ആ അബൂബക്കർ ഹാജി ശൈഖുനക്ക് വലിയ ഇഷ്ടായിരുന്നു. ശൈഖുനാ അവറുകൾ നിങ്ങൾ ആലടുക്കത്തേക്കൊക്കെ വന്നപ്പോ അബൂബക്കർ ഹാജിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് കയറിയതും ഇറങ്ങിയതും എന്നൊക്കെ അബൂബക്കർ ഹാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനോട് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞിട്ട് മൂപ്പരെ ഒതുക്കണം. അങ്ങനെ വന്യരായ ശൈഖുനയോട് എന്റെ ജ്യേഷ്ഠൻ വളരെ സമാധാനത്തോടെ പറഞ്ഞു, നമ്മൾ സമസ്തനൊന്നും പറയുന്ന വേണ്ട, ആ വിശ്വൊന്നും എന്തിനു വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് ജ്യേഷ്ഠന് വളരെ ലളിതമായി ചോദിച്ചു. അപ്പോ ജ്യേഷ്ഠന്റെ കൈ പിടിച്ചിട്ട് വന്യരായ ശൈഖുനാ അവറുകൾ പറഞ്ഞു, അബൂബക്കർ ഹാജി എന്നാണ് ശൈഖുന ജ്യേഷ്ഠനെ വിളിക്കുക, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അള്ളാന്റെ ദീന് പറയും, അതിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാക്കണ്ടാണ്. ഒരു സ്വാധീനവും ഒരു സമ്മർദ്ദവും ഒന്നിനും വഴിപ്പെടാതെ വന്യരായ ശൈഖുനാ അവറുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിലനിന്നു എന്ന് പറയുമ്പോൾ ആ ശൈഖുനക്ക് എന്തായിരുന്നു ഇതിനുള്ള പ്രചോദനം? അല്ലാഹുവിനോടുള്ള ഭയമല്ലാതെ മറ്റൊന്നുമല്ല. ആഖിറത്തിൽ എന്നോട് വിചാരണ ചെയ്യും. മരുത കെ അലവി മുസ്ലിയാർ ജാമിയ വഹബിയായുടെ പ്രിൻസിപ്പാളായിരുന്ന എന്റെ വന്യരായ ശൈഖുന ഞങ്ങളോട് ഇഹ്യാ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ശൈഖുനാ അവറുകളോട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ രാജിവെക്കരുത് എന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു. ഒരുപാട് സമ്മർദ്ദം ചുമത്തി അവസാനം രാജിവെക്കും എന്ന് തന്നെ ആയപ്പോൾ എന്നാൽ അതിന്റെ മെമ്പർ സ്ഥാനം ഒഴിവാകരുത് എന്ന് ഞങ്ങൾ ശൈഖുനാ അവറുകളോട് പറഞ്ഞപ്പോ നിർബന്ധിച്ചപ്പോ മഹാനായ ശൈഖുനാ താജുൽ ഉലമാ ഞങ്ങളോട് ചോദിച്ചത്, അല്ലാഹുവിന്റെ ദീനിനെതിരായി ഞാൻ പഠിച്ച സത്യത്തിനെതിരായി എന്റെ സംഘടന
ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതും പൊരുത്തപ്പെട്ടിട്ട് ആ സംഘടനയിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുക? അതിലൊരു മെമ്പറായി ഞാൻ നിന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബെന്നോട് ചോദ്യം ചെയ്താൽ നിങ്ങൾ അതിന് മറുപടി പറയുമോ? എനിക്ക് വേണ്ടി നിങ്ങൾ ഹാജരാകുമോ എന്ന് വന്യരായ ശൈഖുന അവർകൾ പറയുമ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ഗൗരവത്തോടെ കാണണം. കേവലം മൈക്ക് ഇതല്ല വിഷയം. മൈക്ക് എല്ലായിടത്തും ഇപ്പൊ മൈക്കില്ലേ? ഇതിപ്പോ ഈ സംസ്ഥാനക്കാര് മൈക്ക് ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീന് നഷ്ടപ്പെടുന്ന, ജുമാ ഖുതുബ ബാത്തിലായി പോകുന്ന, ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലാഹു തആല ഫർളാക്കിയിട്ടുള്ള. ഇത് നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു ആകുന്ന റബ്ബ് ആഴ്ചയിൽ വിശ്വാസികളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തീരുമാനിച്ചതല്ലേ? അല്ലാഹുവിന്റെ നിയമമല്ലേ? ആ നിയമപ്രകാരം ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് എന്തിനാണ് ഈ ഖുതുബ? എന്തിനാണ് ഈ നിസ്കാരം? എന്തിനാണ് ഈ ഇബാദത്ത്? ഇതിന്റെ ഒരു അന്തസത്തയില്ലേ? ഇത് അല്ലാഹു തആല വെറുതെ അങ്ങ് നിശ്ചയിച്ചതാണോ? ഇതിനൊരു ഗൗരവം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ ഇബാദത്തിനെ നമുക്ക് തോന്നുന്നത് പോലെയാക്കുക, എന്നിട്ട് പണ്ഡിതൻ അത് കണ്ട് മിണ്ടാതിരിക്കുക. ആഖിറത്തിനെ പേടിക്കുന്ന പണ്ഡിതന്മാർക്ക് സാധ്യമല്ല. മഹാനായ ശൈഖുന അവർകൾ ശടകുടഞ്ഞെഴുന്നേറ്റ് അതിനെതിരെ ശബ്ദിച്ചു. ആ ഈമാനിന്റെ ആ ഫലം എത്രയാണ്! അല്ലാഹു തആല ശൈഖുന അവരുടെ പിന്നിൽ അണിനിരക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ശക്തി പകരാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. യഥാർത്ഥത്തിൽ ഈ പരിപാടിയിലേക്ക് വരാൻ എനിക്ക് യാത്ര ചെയ്യാനുള്ള പ്രയാസമുണ്ട്, വണ്ടിയിൽ ഇരിക്കാനുള്ള പ്രയാസമുണ്ട്. പലപ്പോഴും കടന്നിട്ടൊക്കെയാണ് വരേണ്ടത്. എന്നാലും ഉസ്താദ് അവർകൾ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ ആദ്യം മടിച്ചു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒന്നരായ ശൈഖുന താജുൽ ഉലമ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ആലടുക്കയിലേക്ക് വന്നിട്ട് പള്ളിയിലേക്ക് വരെ കയറാൻ പറ്റാതെ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് കസേരയിലിരുന്നിട്ട് മഹാനായ ശൈഖുന അവർകൾ ഈ ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എനിക്ക് വയസ്സായിട്ടില്ല, അത്രത്തോളം പ്രയാസമായിട്ടില്ല. ആ ശൈഖുനായുടെ സംഘത്തിന് വേണ്ടി ഞാൻ അല്പം കഷ്ടപ്പെട്ടാൽ എന്ത് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹു തആല വളരെ സജീവമായി സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഘം തീർച്ചയായും ശൈഖുനായുടെ പിന്നിൽ അണിനിരന്നാൽ നമ്മൾ ആരും നഷ്ടപ്പെടുകയില്ല. ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളും സ്ഥാനങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, അത് തീർച്ചയാണ്. എല്ലാവരെ പോലെ നമുക്ക് കഴിയില്ല, സ്ഥാനങ്ങൾ ലഭിക്കൂല, അംഗീകാരം ലഭിക്കൂല. പക്ഷേ നമ്മളുടെ മരണം മുതൽക്ക് തീർച്ചയായും ശൈഖുനായുടെ ഈ കൂടെ നിന്നതിന്റെ പേരിൽ, ഈ സംഘത്തിന് ബലം നൽകിയതിന്റെ പേരിൽ എന്നാണോ നമ്മളുടെ മരണവുമായി നമ്മൾ അടുക്കുന്നത്, ആ മരണം അസ്റായിൽ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്, നിസ്സംശയം അന്നു മുതൽ ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്തേക്ക് സ്വർഗീയ പ്രവേശനം ലഭിക്കുന്നത് വരെ മഹാനായ ശൈഖുനാ അവരുടെ സഹായവും ശഫാഅത്തും നമുക്ക് ലഭിക്കും എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഇരുവിഭാഗവും 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, യഥാർത്ഥ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയം എന്താണോ, ആദർശം എന്താണോ, അത് അതിന്റെ ശരിയായ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. നിങ്ങൾ നോക്കൂ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ തന്റെ ജീവിത അനുഭവം എഴുതിയ കട്ടിയുള്ള പുസ്തകമുണ്ട്, വിശ്വാസ സ്നേഹപൂർവം എന്നാണ് ആ പുസ്തകത്തിന്റെ പേരല്ലേ. ആ പുസ്തകത്തിൽ ശൈഖുനാ അവറുകളെ സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് കാണാം 1967 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് ശൈഖുനാ അവറുകൾ രാജിവെച്ച് പുറത്തു വരുന്നതിന് മുൻപ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടന കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു. ആ സംഘത്തിൽ പ്രവർത്തിച്ചവരും അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നവരും ചെറുതല്ല, ചെറിയ ആളുകളല്ല. മഹാനായ ശൈഖ് ഹസൻ ഹസ്രത്ത്, ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരു,
മഹാനായ ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദ്, ഒരുപാട് പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ഷെയ്ഖ് ഹസൻ നസ്രത്ത്. അതുപോലെ തന്നെ കാസർഗോഡ് ഖാദിയായിരുന്ന എ.പി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അവറ മുസ്ലിയാർ, UK ആറ്റക്കോയ തങ്ങൾ എന്ന കാഞ്ഞങ്ങാട് ഖാദി, OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന മഹാനായ ശൈഖുന അവരുടെ ശിഷ്യൻ, അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ അണിനിരന്നിരുന്ന ഒരു സംഘമാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അടക്കം ആ സംഘത്തിലായിരുന്നു. ആ സംഘത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് അദ്ദേഹം ചെറുതാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിന്റെ ന്യായാന്യായങ്ങളും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ആ സംഘത്തിൽ എങ്ങനെ പെട്ടു എന്നും അദ്ദേഹം തന്നെ സ്മരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സംഘം മല പോലെ വന്ന് ഉയർന്നു വന്ന ആ സംഘത്തിനെ മഹാനായ താജുൽ ഉലമ ശൈഖുന അവരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നഷ്ടപ്പെടുത്താനും തകർക്കാനും സാധിച്ചത് എന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അനുസ്മരിക്കുമ്പോ ശൈഖുന അവർ തന്റെ ശിഷ്യനായ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ മുന്നിലേക്ക് ചെന്നപ്പോ OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ദർസ് നടത്തുകയാണ്. ആ ദർസ് നടത്തുന്ന ക്ലാസിന്റെ ഇടയിലേക്കാണ് താജുൽ ഉലമ ശൈഖുന അവർ കടന്നു ചെന്നിട്ട് സാധാരണ ഒരു ഉസ്താദിന്റെ റൂമിലേക്ക് പോകുമ്പോഴുള്ള മര്യാദകൾ പാലിക്കാതെ ഒരാൾ പെട്ടെന്നൊരു നീളക്കുപ്പായം ഇട്ടിട്ട് ഒരു ഫക്കീറിന്റെ വേഷത്തിൽ പെട്ടെന്ന് വന്ന് കയറിയപ്പോ ശിഷ്യന്മാർക്ക് അത്ഭുതമുണ്ടായിരിക്കാം, നീരസം തോന്നിയിരിക്കാം. അങ്ങനെ കയറിയിട്ട് അനുവാദമില്ലാതെ കയറിയിട്ട് നീ ഇങ്ങനെ ഒരു സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേട്ടു, അതിൽ നിന്ന് രാജിവെക്കണം. സമ്മതിച്ചാ പോരാ, എഴുതി തരണം. അപ്പൊ തന്നെ ശൈഖുന അവർ എഴുതി വാങ്ങിയിട്ട് പത്രങ്ങളിലേക്ക് കൊടുക്കാണ്. അഖിലയിൽ നിന്ന് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഈ നിലക്ക് കാസർഗോഡ് വന്നു ശൈഖുന അവർ. ഓരോ പ്രദേശത്ത് വന്നിട്ട് ഔറ മുസ്ലിയാരെയും ആറ്റക്കോയ തങ്ങളെയും എല്ലാവരെയും കണ്ടിട്ട് അതിൽ നിന്ന് രാജിവെപ്പിച്ചു. ശൈഖുന അവരുടെ ഉസ്താദ് എന്ന ഫലവും അവിടുത്തെ പ്രസിഡന്റ് എന്ന സ്ഥാനവും ഉപയോഗിച്ച് ശൈഖുന അവർ അത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമായിരുന്നു അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ ശൈഖുനായുടെ ഇടപെടൽ കൊണ്ട് അഖില കേരള ജംഇയ്യത്തുൽ ഉലമയെ പിരിച്ചുവിടാൻ വരെ ആളില്ലാത്ത രൂപത്തിൽ അതങ്ങില്ലാതെയായി പോയി. ഇത് ശൈഖുനായുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കുറിക്കുന്നുണ്ട്. ആ നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിലനിർത്തിയ മഹാനായ ശൈഖുന താജുൽ ഉലമ അവർകൾ ഇൻഷാ അല്ലാഹ് പരലോകത്തും നമ്മൾ എല്ലാ മേഖലകളിലും അവിടുത്തെ ശഫാഅത്തും അവിടുത്തെ തുണയും നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അവിടുന്ന് മുന്നോട്ട് വെച്ച ആദർശവും ആശയവും ചെറിയ സംഗതികളല്ല എന്നും അത് നിസ്സാരമായി കാണരുത് എന്നും പലപ്പോഴും പലരും പറയുമ്പോ അതൊരു മൈക്ക് അതിനെന്താ ഇന്ന് ലോകത്തെല്ലായിടത്തും ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച് ചെറുതാക്കി കാണാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ഈ വലിയ ഉഖ്റവിയായ പണ്ഡിതൻ, ഇത് എന്റെ വാക്കല്ല, കണ്ടിയത്ത് അഹമ്മദ് മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ കേരളം കണ്ട എല്ലാ ആളുകളും ആ നിലക്കാണ് ശൈഖുന അവറുകളെ വാഴ്ത്തിയിട്ടുള്ളത്. വഹാബികൾ വരെ വാഴ്ത്തുന്നത് ആ രൂപത്തിലാണ്. സത്യത്തിന് വേണ്ടി നിലനിന്നയാള് ആ നിലക്ക് വാഴ്ത്തപ്പെടുന്ന ശൈഖുന അവറുകൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാണ് എന്ന്, നമ്മള് നിസാരമാണ് എന്ന് കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞതാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്നൊന്നും മനസ്സിലാക്കരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശൈഖുന താജുൽ ഉലമ അവർകൾ അവസാനം രോഗിയായി കിടക്കുന്ന സാഹചര്യത്തിലാണ് തന്റെ മുന്നിൽ ഓതിപ്പടിച്ച ഒരു വിദ്യാർത്ഥി തന്റെ മുന്നിലേക്ക് വരുന്നത്. ശൈഖുനയോട് പറയുന്നു, ജോലിയില്ല, എല്ലാ സ്ഥലത്തും മൈക്കുണ്ട്, എന്തു ചെയ്യണം? അത് ശൈഖുനായുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ ആ വന്യരായ ശൈഖുന അവറുകൾ കണ്ണീരൊലിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ആലോചിക്കുന്ന വണ്ടൂർ ശൈഖുന അവറുകളെ മനസ്സിലാക്കി, അവിടുത്തെ ജീവിതത്തെ മനസ്സിലാക്കിയ, അവിടുത്തെ കരുണയും ലാളിത്യത്തെയും മനസ്സിലാക്കിയ നമ്മൾ ആരെങ്കിലും ചിന്തിക്കോ, ശൈഖുന ദുഷ്ടലാക്കുകളോടെ ശിഷ്യന്മാർ കഷ്ടപ്പെടട്ടെ, എന്റെ ആളുകൾ കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എന്തെങ്കിലും ഒരു അളവ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശൈഖുന അവറുകൾ ഇത് പറയുമായിരുന്നു. നമ്മൾ പലപ്പോഴും കേട്ടതുപോലെ ബേപ്പൂർ ഖാദി ശൈഖുന അവറുകളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞില്ലേ, നമുക്ക് ഇതിലൊരു മസ്ലഹത്താകാം, പ്രബല അഭിപ്രായ പ്രകാരം ഇത് പറ്റൂല, എന്നാലും
ദുർബലപ്പെട്ട ഒരു അഭിപ്രായം, രണ്ടാമത്തെ ഒരു അഭിപ്രായ പ്രകാരം ഇത് പറ്റുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മസ്ലഹത്തായി കൂടെ എന്ന് ശൈഖുനയോട് ചോദിച്ചപ്പോ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിരുന്നിട്ട്, ഖാദിയാരെ, അങ്ങനെ ദുർബലപ്പെട്ട ഒരു അഭിപ്രായം ശാഫിഈ മദ്ഹബിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു എന്ന് ചോദിച്ച വന്യരായ ശൈഖുന അവരുടെ മുന്നില് ഈ വിഷയത്തിൽ ഒരു മാർഗമേ ഇല്ല എന്ന് പറയുമ്പോ, അന്ന് ജീവിച്ച പണ്ഡിതന്മാർക്കാൾ വലിയവരല്ല ഇന്ന് ജീവിക്കുന്നവർ. ശൈഖുന അവരുകളെക്കാൾ ഫിഖ് തിരിയുന്ന, ഇൽമുള്ള, സൂക്ഷ്മതയുള്ള, ഇൽമിന്റെ ആഴമുള്ള ഒരു പണ്ഡിതന്, ജാഗ്രതയുള്ള ഒരു പണ്ഡിതന് അക്കാലത്ത് ശൈഖുനയെ കഴിച്ചാൽ വേറെ കാണുന്നില്ല. ആ ശൈഖുന അവർകൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ടാണ്? മറ്റാള് പറഞ്ഞിട്ടില്ലേ, ഇയാള് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞാൽ അവരൊന്നും ശൈഖുനയേക്കാൾ വലുതല്ല, അവരൊന്നും കുതുബിത്തങ്ങളെക്കാൾ വലുതല്ല, അവരൊന്നും ശൈഖ് ആദം ഹദ്റത്തിനേക്കാൾ വലുതല്ല. ഫത്വ നൽകപ്പെട്ട പണ്ഡിതന്മാരുണ്ടല്ലോ, ആ പണ്ഡിതന്മാരെക്കാൾ വലുതല്ല പിന്നെ പറഞ്ഞ ആളുകളൊന്നും. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കി നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ശൈഖുനായുടെ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഇതിൽ മറ്റു സംഘടനകളെ പോലെയുള്ള വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീന് നഷ്ടപ്പെടാതെ, ദീനിന്റെ ഷിആറുകൾ നഷ്ടപ്പെടാതെ, ഇബാദത്തുകൾ നഷ്ടപ്പെടാതെ ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ ജീവിക്കുന്ന കൊച്ചു സംഘം. ബഹളങ്ങളില്ല, ഒച്ചപ്പാടുകളില്ല, കലഹങ്ങളില്ല, പരസ്പരം കുറ്റപ്പെടുത്തലുകളില്ല, ശാന്തമായി പ്രവർത്തിക്കുന്ന ഈ സംഘത്തിന് ഒപ്പം നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ സഹായം അതാണ്. മരണസമയത്ത് നമ്മൾ ഈമാനിന്റെ വിഷയത്തില്, ഇബാദത്തിന്റെ വിഷയത്തില്, മരണസമയത്ത്, നാളെ ഖബറില്, നാളെ മഹ്ശറയില്, സ്വർഗീയ പ്രവേശനം വരെ നീണ്ടു നിൽക്കുന്ന നമ്മളുടെ വിശാലമായ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിബാറിൽ കഴിയുന്ന ശൈഖുനായോടൊപ്പമൊക്കെ ആ ജിബാറിൽ കഴിയാനുള്ള മഹാസൗഭാഗ്യം, ഇതിനു വേണ്ടിയാകണം നമ്മളുടെ പ്രവർത്തനം. അതിനു വേണ്ടി കയ്യും മെയ്യും മറന്ന് ശൈഖുനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അപേക്ഷിച്ച് അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശൈഖുനായുടെ ധന്യമായ ത്യാഗോജ്വലമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ച ഉസ്താദ് ഹാഷിം ഹംസ വഹബി, മഹാനായ ഉസ്താദ് അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ഹാജി ഉസ്താദ് അവറുകളുടെ പുത്രൻ കൂടിയാണ്. ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും നമ്മോടൊപ്പം വന്നുകൊണ്ട് സംസാരിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ഉസ്താദ് അവറുകൾക്ക് സംഘത്തിന്റെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.